രാമായണ മാസം 17-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഷ്കിന്ധയിൽ സസന്തോഷം വാഴുന്ന സുഗ്രീവനോട് ഒരു ദിവസം ഹനുമാൻ ഏകാന്തത്തിൽ സവിനയം ഇങ്ങനെ പറഞ്ഞു: അല്ലയോ കബീന്ദ്ര, നിനക്ക് ഹിതകരമായ വാക്കുകൾ ഞാൻ പറയുന്നത് കേൾക്കുക. സത്യസന്ധനായ ശ്രീരാമൻ നിന്റെ കാര്യങ്ങൾ ചെയ്തു തന്നു. പിന്നീട് നീ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. മഹാശക്തനും വാനരശ്രേഷ്ഠനും ത്രൈലോക്യ സമ്മതനും ഇന്ദ്രപുത്രനുമായ ബാലി നീ നിമിത്തം കൊല്ലപ്പെട്ടു. അങ്ങനെ നിന്റെ കാര്യം നേരത്തെ നിറവേറ്റി തന്നു. നിന്റെ രാജ്യാഭിഷേകവും കഴിഞ്ഞു. മഹാജനങ്ങൾക്ക് ആദരണീയനായ നീ താരയും ഒന്നിച്ച് ജീവിക്കുക. എത്ര നാൾ ഇങ്ങനെ കഴിയാമെന്നാണ് നീ വിചാരിക്കുന്നത്? ഇന്നോ നാളെയോ മറ്റന്നാളോ നിനക്ക് മരണമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യുപകാരം മറക്കുന്ന മനുഷ്യൻ ജീവിച്ചിരുന്നാലും മരിച്ചവന് തുല്യമാണ്. മര്യാദാ പുരുഷോത്തമനായ രാമൻ സഹോദരനോടൊപ്പം പർവ്വതത്തിന് മുകളിൽ ദുഃഖത്തോടെ നിന്നെയും കാത്തു കഴിയുന്നു. അന്ന് നീ പറഞ്ഞ സമയമായി, അത് നീ ഓർക്കുന്നില്ല. വാനര സ്വഭാവത്തോടെ സ്ത്രീശക്തിയിലും മദ്യപാനത്തിലും ഒഴുകി മതിമറന്ന് നീ രാവും പകലും അറിയാതെ കഴിയുന്നു. നിന്റെ രീതിയെല്ലാം വളരെ നന്നായിരിക്കുന്നു. ഇങ്ങനെയായാൽ നിന്റെ ജ്യേഷ്ഠനായ ബാലിയെപ്പോലെ നിന്നെയും ശ്രീരാമൻ കൊല്ലും, തീർച്ച. ഹനുമാന്റെ വാക്കുകൾ കേട്ടു ഭയപ്പെട്ട സുഗ്രീവൻ ഇങ്ങനെ മറുപടി പറഞ്ഞു: നീ പറഞ്ഞത് സത്യമാണ്. ഇങ്ങനെ ഉപദേശിക്കുന്ന മന്ത്രിമാരുണ്ടെങ്കിൽ രാജാവിന് ആപത്തുണ്ടാവുകയില്ല. എന്റെ ആജ്ഞപ്രകാരം അങ്ങ് 10 ദിക്കുകളിലേക്കും ദൂതന്മാരെ അയക്കുക. 7 ദ്വീപുകളിലുള്ള വാനരശ്രേഷ്ഠരെ വരുത്തണം. അതിനുവേണ്ടി 10,000 വാനരവീരന്മാരെ സന്ദേശപത്രവുമായി അയക്കുക. അവർ 15 ദിവസത്തിനകം ഇവിടെ എത്തണം. അത് കഴിഞ്ഞ് വരുന്നവർക്ക് വധശിക്ഷ നൽകും. സംശയമില്ല, ഈ സത്യത്തിന് ഒരു മാറ്റവും ഉണ്ടാകില്ല. സുഗ്രീവൻ ഹനുമാനെ ഇക്കാര്യത്തിന് നിയോഗിച്ചിട്ട് തന്റെ മനോഹരമായ കൊട്ടാരത്തിൽ കഴിഞ്ഞു. തന്റെ യജമാനന്റെ നിയോഗം മുൻനിർത്തി ഹനുമാൻ 10 ദിക്കിലേക്കും ഇഷ്ടപ്പെട്ടതെല്ലാം നൽകി. വാനരശ്രേഷ്ഠന്മാരെ വായുവേഗത്തിൽ സഞ്ചരിച്ച് കാര്യം നിറവേറ്റി വരണമെന്ന് ആജ്ഞാപിച്ചയച്ചു. ഇഷ്ടവസ്തുക്കൾ ലഭിച്ചതിലും മറ്റും തൃപ്തരായ വാനരന്മാർ മായാമനുഷ്യന്റെ കാര്യത്തിനു വേണ്ടി അതിവേഗം യാത്രയായി. പർവ്വതത്തിന്റെ മുകളിൽ ഭാര്യയെ പിരിഞ്ഞ് സങ്കടത്തോടെ കഴിയുന്ന ശ്രീരാമൻ അനുജനോട് പറഞ്ഞു: ഇതെല്ലാം എന്റെ പാപഫലമാണ് ലക്ഷ്മണ. സീതാദേവി മരിച്ചുപോയോ, എവിടെയെങ്കിലും മനോദുഃഖത്തോടെ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞുകൂടാ. ഒന്നും കൃത്യമായി അറിയാനും നിവർത്തിയില്ല. എന്നോട് പ്രീതിയുള്ള ആരെങ്കിലും സീത ജീവിച്ചിരിക്കുന്നുവെന്ന് പറയുകയാണെങ്കിൽ അവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകും. അവൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ബലം പ്രയോഗിച്ചിങ്ങ് കൊണ്ടുപോരും. ജാനകി ദേവിയെ കട്ടുകൊണ്ടുപോയവനെ കോപിഷ്ഠനായ ഞാൻ കൊല്ലും, തീർച്ച. മാത്രമല്ല അവന്റെ വംശവും കൂടി നശിപ്പിക്കും. സുഗ്രീവൻ വളരെ ദയയില്ലാത്തവനത്രേ. ദുഃഖിതനായ എന്നെ അവൻ മറന്നു കളഞ്ഞല്ലോ. ശത്രുക്കൾ നശിച്ച് രാജ്യം കിട്ടിയതോടെ സുന്ദരിമാരുമൊത്ത് രാത്രിയും പകലും മദ്യപാനത്തിൽ മുഴുകിക്കഴിയുന്ന ആ കാമാസക്തൻ നന്ദി കെട്ടവനാണെന്ന് വ്യക്തമായി. ശരത്കാലം എത്തിയിട്ടും അവൻ പറഞ്ഞതുപോലെ സീത എവിടെയുണ്ടെന്ന് അന്വേഷിച്ചറിയുന്നതിന് ഇവിടെ എത്തിയില്ലല്ലോ. മുമ്പ് ഉപകാരം ചെയ്തു കൊടുത്ത എന്നെ മറന്നതിനാൽ നന്ദി കെട്ടവരിൽ അവൻ മുമ്പനാണ്. പ്രിയപ്പെട്ടവരെ മറക്കുന്ന ദുഷ്ടന്മാരിൽ അഗ്രഗണ്യനാണ് സുഗ്രീവൻ. അവനെയും അവന്റെ ബന്ധുക്കളെയും കിഷ്കിന്ധയെയും എല്ലാം ഞാൻ നശിപ്പിക്കുന്നുണ്ട്. സുഗ്രീവനും അവന്റെ ജ്യേഷ്ഠന്റെ വഴി തന്നെ പോകണമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്രകാരം ശ്രീരാമൻ പറഞ്ഞ വാക്കുകൾ കേട്ട് അത്യന്തം കോപത്തോടെ ലക്ഷ്മണൻ പറഞ്ഞു: വധയോഗ്യനായ സുഗ്രീവനെ ഉടനെ കൊന്നിട്ട് വരാൻ അങ്ങ് ആജ്ഞാപിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് വില്ല്, ആവനാഴി, വാള എന്നിവ കയ്യിലെടുത്ത് കോപത്തോടെ പോകാനൊരുങ്ങുന്ന അനുജനോട് ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞു: നിന്നോട് ഇനിയും ഒന്നുകൂടി പറയാനുണ്ട്. എന്റെ സ്നേഹിതനായ സുഗ്രീവൻ കൊല്ലപ്പെടേണ്ടവനല്ല. ബാലിയെപ്പോലെ നിനക്കും വേഗം കാലപുരിയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ഒന്ന് ഭയപ്പെടുത്തിയാൽ മതി. ഇപ്രകാരം അവനെ അറിയിച്ചിട്ട് അവൻ പറയുന്ന മറുപടിയും കേട്ടുകൊണ്ട് നീ വേഗം വന്നാൽ പിന്നെ ചെയ്യേണ്ടത് ആലോചിച്ചു തീരുമാനിക്കാം. ജ്യേഷ്ഠന്റെ ആജ്ഞ അനുസരിച്ച് ലക്ഷ്മണൻ സുഗ്രീവന്റെ രാജ്യത്തേക്ക് പോയി. കിഷ്കിന്ധയോടൊപ്പം വാനര സമൂഹവും ദഹിച്ചു പോകുമെന്ന് തോന്നുമായിരുന്നു ആ പോക്ക് കണ്ടാൽ. വിജ്ഞാനമൂർത്തിയും സർവജ്ഞനുമായ ശ്രീരാമൻ അജ്ഞാനിയായ മനുഷ്യനെ പോലെ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് വസിച്ചു. ലോകത്തിന്റെ പാപപരിഹാരത്തിനും ദശരഥൻ മുമ്പ് ചെയ്ത തപസ്സിന് ഫലം നൽകാനും ബ്രഹ്മാദികൾക്കുണ്ടായ സങ്കടങ്ങൾ തീർത്തു രക്ഷിക്കാനും ആനന്ദമൂർത്തിയും ജഗന്മയനുമായ ഈശ്വരൻ മനുഷ്യവേഷം ധരിച്ചു. അജ്ഞാനികളായ ജനങ്ങൾ മായാമോഹിതരായിട്ട് കഴിയുമ്പോൾ അവർക്ക് എങ്ങനെ മോക്ഷം നൽകണമെന്ന് മഹാവിഷ്ണു ചിന്തിച്ചു. സകല ലോകരുടെയും മായാമോഹത്തെ നശിപ്പിക്കുന്നതും ശ്രീരാമന്റെ മനുഷ്യവ്യാപാരങ്ങളടങ്ങിയ ദിവ്യവും പ്രസിദ്ധവുമായ കഥ വിവരിക്കുന്നതും ആനന്ദപ്രദായിനിയും രാമായണം എന്ന പേരോടുകൂടിയതുമായ സൽക്കഥ പ്രപഞ്ചത്തിൽ മുഴുവൻ പ്രസിദ്ധമാക്കാൻ വേണ്ടി ഭഗവാൻ കാമം, ക്രോധം, മോഹം, രാഗം, ശോകം എന്നിവ അവലംബിച്ചും അതത് കാലം ദേശം, ക്രിയ എന്നിവയ്ക്ക് യോജിച്ച ഭാവങ്ങൾ മനസ്സാ സ്വീകരിച്ചും നിർഗുണനായ ഈശ്വരൻ സ്വത്താദി ഗുണങ്ങളിൽ താല്പര്യമുള്ളവനെ പോലെ പെരുമാറി.
നിർമ്മല മനസ്സുള്ള ഭക്തന്മാർക്ക് സമ്പൂർണ്ണ ജ്ഞാനമുണ്ടാകുമെന്ന് പറയപ്പെടുന്നു. ഭക്തന്മാരുടെ ആഗ്രഹമനുസരിച്ച് മുനിസമൂഹത്താൽ സേവിക്കപ്പെടുന്ന മുക്തിപ്രദനായ ഭഗവാൻ ഭൂമിയിൽ ജനിക്കുന്നു. കിഷ്കിന്ധ നഗരത്തിനു സമീപം ചെന്ന് ലക്ഷ്മണൻ ചെറിയ ഞാണൊലി മുഴക്കി. വാനരന്മാർ ലക്ഷ്മണനെ പേടിച്ച് കിലുകില ശബ്ദമുണ്ടാക്കി. കല്ലും മരങ്ങളും ഏന്തിക്കൊണ്ട് കോട്ടമതിലിന് മുകളിൽ കയറിയ വാനരന്മാർ പേടിച്ച് മലമൂത്രങ്ങൾ വിസർജിച്ചുകൊണ്ട് അങ്ങുമിങ്ങും ചാടിത്തുടങ്ങി. വാനരന്മാരെ കൂട്ടത്തോടെ നശിപ്പിക്കാനൊരുങ്ങിയ ലക്ഷ്മണൻ വില്ലുകുഴിയെ കുലച്ചു വലിച്ചു. അത് കണ്ട കരടിക്കുരങ്ങുകൾ പോലും ഭയപ്പെട്ടു. ലക്ഷ്മണൻ എത്തിയതറിഞ്ഞ് പെട്ടെന്ന് അംഗദൻ ഓടിവന്ന് വാനരന്മാരെ ആട്ടി ഓടിച്ചിട്ട് ഒറ്റയ്ക്ക് ചെന്ന് ലക്ഷ്മണനെ നമസ്കരിച്ചു. പ്രീതിപൂർവം അവനെ ആലിംഗനം ചെയ്തുകൊണ്ട് സസന്തോഷം ലക്ഷ്മണൻ അംഗദനോട് പറഞ്ഞു, കുഞ്ഞെ, നീ പോകൂ. നിന്റെ അച്ഛന്റെ സഹോദരനോട് പറയൂ, സത്യം ചെയ്ത കാര്യത്തിൽ പിഴ പറ്റിയെന്ന്. ഇഷ്ടം നിറവേറ്റിത്തന്ന സ്നേഹിതനെ വഞ്ചിച്ചാൽ താമസിയാതെ അത് ആപത്തായി തീരും. സുഗ്രീവനെ വേഗം വധിക്കണമെന്ന് ഉഗ്രനായ ജ്യേഷ്ഠൻ എന്നോട് ആജ്ഞാപിച്ചിരിക്കുകയാണ്. സുഗ്രീവന് ജ്യേഷ്ഠനായ ബാലിയുടെ വഴിക്ക് പോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ അത് തന്നെ നടക്കുമെന്ന് ചെന്നു പറയൂ. ഇത് കേട്ട് പേടിച്ച അംഗദൻ പോയി സുഗ്രീവനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, കോപിഷ്ഠനായ ലക്ഷ്മണൻ ഗോപുരവാതിലിന് പുറത്ത് വന്നു നിൽക്കുന്നു. വാനര സ്വഭാവം കളഞ്ഞ് വേഗം ചെന്ന് വന്ദിക്കുക, അല്ലെങ്കിൽ തീർച്ചയായും ആപത്തുണ്ടാകും. ഇത് കേട്ട് ഭയപ്പെട്ട സുഗ്രീവൻ മന്ത്രിപ്രമുഖനായ ഹനുമാനോട് ആലോചിച്ചിട്ട് പറഞ്ഞു, അംഗദനോടൊപ്പം പോയി നീ ചെന്ന് ലക്ഷ്മണനെ വണങ്ങി സമാധാനിപ്പിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക. ഹനുമാനെ പറഞ്ഞയച്ചിട്ട് സുഗ്രീവൻ താരയോട് പറഞ്ഞു, ചന്ദ്രമുഖിയും മനോഹരിയുമായ താരേ, നീ ലക്ഷ്മണന്റെ സമീപത്തേക്ക് പോയി അദ്ദേഹത്തിന്റെ കോപം രസകരമായ വാക്കുകൾ പറഞ്ഞ് ശാന്തമാക്കി എന്നെ കാണിച്ചു കൊടുത്ത് എന്നോടുള്ള വിരോധം ഇല്ലാതാക്കണം. സുഗ്രീവന്റെ വാക്കുകൾ കേട്ട താര കൊട്ടാരത്തിന്റെ അകത്തുള്ള മുറ്റത്തിറങ്ങി ലക്ഷ്മണനെ കാത്തുനിന്നു. ഹനുമാനും അംഗദനും കൂടി പോയി ലക്ഷ്മണനെ വണങ്ങി ഭക്തിയോടുകൂടി കുശല പ്രശ്നങ്ങൾ നടത്തിയിട്ട് പറഞ്ഞു, അങ്ങ് ഇങ്ങനെ പുറത്തു വന്നു നിൽക്കുന്നതെന്ത്? അന്തപുരത്തിലേക്ക് എഴുന്നള്ളാം. രാജധാരങ്ങളെയും നഗരഭംഗിയും എല്ലാം കണ്ടിട്ട് സുഗ്രീവനെ സന്ദർശിച്ചതിനു ശേഷം ശ്രീരാമനെ കണ്ടു വണങ്ങിയാൽ കാര്യമെല്ലാം വേഗം നടക്കും. ഇപ്രകാരം പറഞ്ഞ് ലക്ഷ്മണന്റെ കൈ പിടിച്ചുകൊണ്ട് ഹനുമാൻ പതുക്കെ നടന്നു. വാനര നായകന്മാർ താമസിക്കുന്ന മണിമാളികകൾ, നഗരശോഭ എന്നിവയെല്ലാം കണ്ട് ആനന്ദത്തോടെ അകത്തെ മുറ്റത്ത് ചെന്നു നിന്നു. അപ്പോൾ ചന്ദ്രമുഖിയും ജഗന്മോഹിനിയും ലക്ഷ്മി ദേവിക്ക് തുല്യമായ താര അവിടെ നിൽക്കുന്നത് കണ്ടു. അവൾ ലക്ഷ്മണനെ വിനയപൂർവ്വം വണങ്ങി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് അങ്ങയുടെ ഭവനമാണെന്നറിഞ്ഞുകൂടെ? അങ്ങയുടെ ഭക്തനും ഉത്തമനും ഭൃത്യനും കവീന്ദ്രനുമായ സുഗ്രീവനോട് കോപിച്ചാൽ അവന് മറ്റെന്താണൊരു ഗതി? ഈ വർഗം പൊതുവെ ചപല സ്വഭാവികളാണ്. സുഗ്രീവൻ വളരെ കാലം ദുഃഖവും ദുരിതവും അനുഭവിച്ചു കഴിയുകയായിരുന്നു. ഇപ്പോൾ അങ്ങയുടെ കാരണത്താൽ സുരക്ഷിതനായതുകൊണ്ട് സുഖമായി ജീവിക്കാൻ തുടങ്ങിയതാണ്. ദയാനിധിയും ഭക്തവത്സലനുമായ അവിടുന്ന് സുഗ്രീവന്റെ ജീവിതം ദുഃഖമയമാക്കി മാറ്റരുത്. നാനാ ദിക്കുകളിലുമുള്ള വാനരന്മാരെ ഇവിടെ വരുത്തുന്നതിന് 10,000 ദൂതന്മാരെ സുഗ്രീവൻ അയച്ചിട്ടുണ്ട്. 10 ദിക്കുകളിൽ നിന്നും വാനരവീരന്മാർ ഇവിടെ വന്ന് നിറഞ്ഞിരിക്കുന്നത് കണ്ടാലും ഇനി ഒന്നിനും പ്രയാസമില്ല. ഈ വാനരവീരന്മാർ രാക്ഷസ വംശം മുഴുവൻ നശിപ്പിക്കാൻ ശക്തരാണ്. ഭാര്യാപുത്രൻ, സ്നേഹിതന്മാർ എന്നിവരോടുകൂടിയവനും അങ്ങയുടെ വൃദ്ധ്യനുമായ സുഗ്രീവനെ കണ്ട് അവനോടൊന്നിച്ച് ശ്രീരാമദേവന്റെ പാദകമലങ്ങൾ വന്ദിച്ച് വേഗം കാര്യങ്ങളെല്ലാം നിറവേറ്റാം എന്നറിഞ്ഞാലും. താരയുടെ ഈ വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ വേഗം ചെന്ന് സുഗ്രീവനെ കണ്ടു. ഭയപ്പെട്ട സുഗ്രീവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ലക്ഷ്മണനെ വന്ദിച്ചു. മദ്യലഹരി കൊണ്ട് കലങ്ങിയ കണ്ണുകളോടുകൂടിയ വാനര നായകനെ കണ്ട് കോപിഷ്ഠനായ ലക്ഷ്മണൻ പറഞ്ഞു, നീ ശ്രീരാമനെ എങ്ങനെ മറന്നു? ബാലിയെ കൊന്ന ശരം ഇപ്പോഴും ആര്യപുത്രന്റെ കയ്യിലുണ്ടെന്ന് നീ മനസ്സിലാക്കണം. തന്റെ ജ്യേഷ്ഠൻ പോയ വഴിയെ പോകണമെന്ന് സുഗ്രീവനും ആഗ്രഹമുണ്ടെന്ന് ശ്രീരാമൻ പറഞ്ഞു. ലക്ഷ്മണൻ പറഞ്ഞത് കേട്ട് ഹനുമാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഇങ്ങനെ അരുളി ചെയ്യാൻ കാരണം എന്താണ്? സുഗ്രീവന് ശ്രീരാമനിൽ ലക്ഷ്മണനേക്കാൾ ഭക്തിയുണ്ട്. ഈ കപീശ്വരൻ ഒരിക്കലും സത്യം ലംഘിക്കുകയില്ല. ശ്രീരാമദേവന്റെ കാര്യത്തിന് ഈ വാനരശ്രേഷ്ഠന് നല്ല ജാഗ്രതയുണ്ട്. താമസം കൂടാതെ വേണ്ടതെല്ലാം ചെയ്യും. ഒരിക്കലും ഇക്കാര്യം മറന്നിട്ടില്ല. നാനാ ദിക്കുകളിൽ നിന്ന് വന്നു ചേർന്നിരിക്കുന്ന ഈ വാനരന്മാരെ അത്ഭുതത്തോടെ അങ്ങ് കാണുന്നില്ലേ? സുഗ്രീവൻ ഒരു പ്രയാസവും കൂടാതെ ശ്രീരാമകാര്യങ്ങളെല്ലാം സാധിക്കും. ഹനുമാന്റെ വാക്കുകൾ കേട്ട് ലജ്ജിച്ചു നിൽക്കുന്ന ലക്ഷ്മണനെ അർഘ്യപാദ്യാദികളാൽ പൂജിച്ചിട്ട് മുമ്പിൽ വീണ് നമസ്കരിച്ചിട്ട് സുഗ്രീവൻ പറഞ്ഞു, ശ്രീരാമദാസനാണ് ഞാൻ. രാഘവന്റെ കാരുണ്യലേശം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. 3 ലോകങ്ങളെയും അരനിമിഷം കൊണ്ട് ജയിക്കാൻ കഴിവുള്ളവനാണ് ശ്രീരാമൻ. അദ്ദേഹത്തെ സേവിക്കാൻ വേണ്ടിയാണ് പേരിന് മാത്രം സഹായം ചെയ്യുന്ന ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിക്കുന്നത്. സുഗ്രീവന്റെ വാക്കുകൾ കേട്ട് മനസ്സലിഞ്ഞ ലക്ഷ്മണൻ പറഞ്ഞു, ദുഃഖം കൊണ്ട് ഞാൻ പറഞ്ഞ പരുഷമായ വാക്കുകൾ മഹാമനസ്കനായ നീ ക്ഷമിക്കുക. നിന്നോടുള്ള സ്നേഹാധിക്യം കൊണ്ടാണ് സങ്കടം വന്നപ്പോൾ ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞു പോയത്. നമുക്കിനി വൈകാതെ വനത്തിലേക്ക് പോകാം. ശ്രീരാമചന്ദ്രൻ അവിടെ ഒറ്റയ്ക്ക് വസിക്കുകയാണ്.
എങ്കിലിനി താമസിക്കേണ്ട, നമുക്ക് പുറപ്പെടാം. സുഗ്രീവൻ ലക്ഷ്മണനോടൊന്നിച്ച് തേരിൽ കയറി. പെരുമ്പറ, മൃദംഗം, ശംഖ തുടങ്ങിയവയുടെ നാദത്തോടും ഹനുമാൻ, നീലൻ, അംഗദൻ തുടങ്ങിയവരോടും വാനര സൈന്യത്തോടും കൂടി വെഞ്ചാമരം, വെൺകൊറ്റക്കുട മുതലായവയോടും ദേവസൈന്യത്തോടും കൂടിയ ദേവേന്ദ്രനെ പോലെ സുഗ്രീവൻ സന്തോഷപൂർവ്വം ശ്രീരാമനെ കാണാൻ പുറപ്പെട്ടു. ഗുഹാമുഖത്ത് ജടാമുകുടം കൊണ്ട് ശോഭിക്കുന്നവനും മനുഷ്യനും വിശാലവും വിലോലവുമായ കണ്ണുകളോട് കൂടിയവനും ശാന്തനും പുഞ്ചിരിക്കുന്ന മനോഹരമായ മുഖപത്മത്തോടു കൂടിയവനും ഭാര്യാവിരഹത്താൽ ദുഃഖിതനും മനോഹരനും കാന്തിമാനും മൃഗങ്ങളുടെയും പക്ഷികളുടെയും സമൂഹത്താൽ സേവിക്കപ്പെടുന്നവനും ഗംഭീരനുമായ ശ്രീരാമനെ ദൂരെ നിന്ന് തന്നെ സന്തോഷപൂർവ്വം കണ്ട സുഗ്രീവൻ ലക്ഷ്മണനോടുകൂടി വേഗം തേരിൽ നിന്ന് താഴെയിറങ്ങി മുന്നോട്ട് നടന്ന് ശ്രീരാമന്റെ പാദങ്ങളിൽ വർദ്ധിച്ച ഭക്തിയോടെ വീണു നമസ്കരിച്ചു. ശ്രീരാമൻ കാരുണ്യത്തോടെ സുഗ്രീവനെ ഗാഠമായി ആലിംഗനം ചെയ്തിട്ട് അങ്ങേക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നോടൊപ്പം പിടിച്ചിരുത്തി. അനന്തരം അതിഥിയെ പൂജിച്ചു. ഇതെല്ലാം കൊണ്ട് സൂര്യപുത്രനായ സുഗ്രീവനും വളരെയധികം പ്രീതനായി. ഭക്തിപരവശനായ സുഗ്രീവൻ ഭക്തപ്രിയനായ ശ്രീരാമനോട് ഇങ്ങനെ ഉണർത്തിച്ചു: ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന വാനര സമൂഹത്തെ അങ്ങ് തൃക്കൺ പാർക്കണം. ഈ വാനരവീരന്മാരെല്ലാം അങ്ങയുടെ പാദസേവയ്ക്ക് യോഗ്യരാണ്. ഇവരെല്ലാം പല കുലപർവ്വതങ്ങളിൽ ജനിച്ചവരും വിവിധ നദികളിലും പർവ്വതങ്ങളിലും ദ്വീപുകളിലും വസിക്കുന്നവരുമത്രേ. എല്ലാവരും പർവ്വതത്തിനു തുല്യമായ ശരീരമുള്ളവരും ഇഷ്ടം പോലെ രൂപം ധരിക്കാൻ കഴിവുള്ളവരും അഹങ്കാരികളായ രാക്ഷസന്മാരുടെ ദുർവീര്യം അടക്കാൻ ശക്തിയുള്ളവരുമാണ്. ദേവാംശത്തിൽ നിന്ന് ജനിച്ച ഇവർ ദേവശത്രുക്കളെ എല്ലാം നശിപ്പിക്കും. ഇവരിൽ ചിലർ ആനയോളം ബലമുള്ളവരാണ്, മറ്റു ചിലർ പത്താനയുടെ ബലമുള്ളവരും കുറച്ചുപേർ അമിത പരാക്രമികളുമാണ്. വേറെ ചിലർ സിംഹപരാക്രമന്മാരാണ്. ഇന്ദ്രനീലക്കല്ലിന്റെയും സ്വർണത്തിന്റെയും നിറമുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. കുറെ പേർ ചെമന്ന കടക്കണ്ണുള്ളവരാണ്. നീണ്ട വാലുള്ളവരും ശുദ്ധസ്ഫടികത്തിന് തുല്യമായ ശരീരമുള്ളവരും ഇവരുടെ കൂട്ടത്തിലുണ്ട്. ഇവരെ പോലെ യുദ്ധസാമർഥ്യമുള്ളവർ വേറെയില്ല. അങ്ങയുടെ പാദഭക്തരായ വാനര സൈന്യം അസഖ്യമുണ്ട്. കിഴങ്ങ്, കായ, പഴം, ഇല എന്നിവ ഭക്ഷണമാക്കിയിട്ടുള്ളവരും നല്ല ഗുണങ്ങളുള്ളവരുമായ ഈ വാനര സമൂഹം അങ്ങയുടെ ആജ്ഞ അനുസരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അല്ലയോ ദേവദേവേശ, രഘുകുല ശ്രേഷ്ഠ, വാനരകുല നായകനും ബ്രഹ്മപുത്രനുമായ ഇവനാണ് ജാംബവാൻ. കോടിക്കണക്കിന് കരടിക്കുരങ്ങുകളുടെ നായകനും അതിബുദ്ധിമാനുമായ ഈ ഹനുമാൻ എന്റെ മന്ത്രിമുഖ്യനും മഹാപരാക്രമശാലിയും വായുപുത്രനും പരമശിവന്റെ അംശമായി ജനിച്ചവനുമാണ്. നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, മൈന്ദൻ, വിവിധൻ, ഹനുമാന്റെ പിതാവായ കേസരി, വീരനായ പ്രമാധി, ശരഭൻ, സുഷേണൻ, ശൂരൻ, സുമുഖൻ, ദതിമുഖൻ, ദുർമുഖൻ, ശ്വേതൻ, വലിയമുഖൻ, ഗന്ധമാദനൻ, താരൻ, ഋഷഭൻ, നളൻ, വിനതൻ, താരയുടെ മകനായ അംഗദൻ, ഇങ്ങനെ പ്രശസ്തരായ അസംഖ്യം വാനര രാജാക്കന്മാർ ഇവിടെയുണ്ട്. എന്താണ് വേണ്ടതെന്ന് ഇവരോട് പറയുക, അതെല്ലാം ഇവർ ചെയ്യും. സുഗ്രീവന്റെ വാക്കുകൾ കേട്ട ശ്രീരാമൻ ആ വാനര രാജാവിനെ ആലിംഗനം ചെയ്തു. സന്തോഷാശ്രുക്കൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ തന്റെ മനോഗതം വെളിപ്പെടുത്തി. എന്റെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നീ വേണ്ടത് ചെയ്യുക. സ്നേഹിത, നാനാ ദിക്കുകളിലേക്കും സീതാന്വേഷണത്തിനായി വാനരന്മാരെ അയക്കുക. ശ്രീരാമന്റെ അമൃതതുല്യമായ വാക്കുകൾ കേട്ട് 4 ദിക്കുകളിലേക്കും വാനരവീരന്മാരെ അയക്കാൻ തീരുമാനിച്ചു. 4 ദിക്കിലേക്കും ഓരോ 1,00,000 വാനരവീരന്മാർ പടനായകന്മാരോടുകൂടി പോകണം. തെക്ക് ദിക്കിലേക്ക് പ്രത്യേകിച്ച് സമുന്നതരായവർ വേണം പോകാൻ. അംഗദൻ, ജാംബവാൻ, മൈന്ദൻ, വിവിധൻ, തുങ്കൻ, നളൻ, ശരഭൻ, സുഷേണൻ എന്നിവർ വായുപുത്രനായ ഹനുമാനോടൊത്ത് അന്വേഷണത്തിന് പോകണം. സുന്ദരിയായ സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് 30 ദിവസത്തിനകം തിരികെ എത്തണം. സീതയെ കണ്ടെത്താതെ തിരികെ എത്തുന്നവരെ ശ്രീപരമേശ്വരൻ സത്യമായി വധശിക്ഷയ്ക്ക് വിധേയരാക്കും. എല്ലാവരും സമയത്തു തന്നെ പോകുവിൻ എന്ന് ആജ്ഞ നൽകിയതിനു ശേഷം ശ്രീരാമനെ വന്ദിച്ചിട്ട് അദ്ദേഹത്തിന് സമീപത്തിരുന്നു. വാനര സംഘം യാത്രയാരംഭിച്ചപ്പോൾ ഹനുമാൻ ശ്രീരാമന്റെ മുമ്പിൽ വന്ന ഭക്തിയോടെ തൊഴുതു. അപ്പോൾ അത്ഭുത വിക്രമനായ ശ്രീരാമൻ ഹനുമാനെ പ്രത്യേകം വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: സഖേ, മനസ്സിൽ നിന്നെക്കുറിച്ച് വിശ്വാസമുണ്ടാകാനായി ഇത് സീതാദേവിയുടെ കയ്യിൽ കൊടുക്കുക. രാമനാമം കുത്തിയിട്ടുള്ള ഈ മോതിരം എന്റെ ഭാര്യയുടെ സംശയം അകറ്റുവാൻ സഹായിക്കും. എന്റെ കാര്യം നിറവേറ്റാൻ നിന്നോളം വിശ്വാസമുള്ളവർ മറ്റാരുമില്ല. അനന്തരം ഒരടയാളവാക്യം കൂടി പറഞ്ഞു കൊടുത്തിട്ട് ശ്രീരാമൻ ഹനുമാനെ യാത്രയാക്കി. ലക്ഷ്മി ഭഗവതിയായ സീതയെ അപഹരിച്ചു കൊണ്ടുപോയ രാക്ഷസ നായകനായ രാവണൻ വസിക്കുന്ന തെക്കേ ദിക്ക് നോക്കി ബാലിയുടെ മകനായ അംഗദനും ബ്രഹ്മപുത്രനായ ജാംബവാനും നീലനും സൂര്യന്റെ ശിഷ്യനായ ഹനുമാനും മറ്റുള്ള വാനരാസേന നായകന്മാരും പല പർവ്വതങ്ങൾ, നഗരം, ഗ്രാമപ്രദേശങ്ങൾ, വനങ്ങൾ, രാജ്യങ്ങൾ, പട്ടണങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം സീതയെ അന്വേഷിച്ചു നടന്നു.
അപ്പോൾ ഹനുമാൻ തുടങ്ങിയവർ വിന്ധ്യപർവ്വതത്തിലെ കാട്ടിൽ കൂടി സീതയെ തേടി നടക്കുമ്പോൾ ഘോരമൃഗങ്ങളെ കൊന്നു തിന്നുന്ന അതിക്രൂരനായ ഒരു രാക്ഷസനെ കണ്ടു. അവൻ രാവണനാണെന്ന് കരുതി വാനരന്മാർ കഠിനമായ മുഷ്ടിപ്രഹരത്താൽ ആ ദുഷ്ടനെ കൊന്നു. അവൻ രാവണനല്ലെന്ന് മനസ്സിലായപ്പോൾ അവർ വീണ്ടും മുന്നോട്ടു പോയി. രാമായണ മാസം 17-ാം ദിവസത്തെ രാമകഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.